കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ കണ്ടു കാണും. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ഒരു കൂട്ടയടിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ കൂട്ടയടിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പറഞ്ഞു വരുന്നത് പറവൂരിൽ വിദ്യാർത്ഥികളുടെ കൂട്ടയടി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ കാര്യത്തിലൊക്കെ ഇത് പ്രചരിച്ചിരുന്നു. സ്കൂളിൽ വെച്ചുണ്ടായ തർക്കം നടുറോഡിലെ അടിയിൽ കലാശിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. സഹിൻ ആന്റണിയോട് നമുക്കിപ്പം. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിച്ച ദൃശ്യമാണ് ഇത്. ഈ കൂട്ടയടിക്കുള്ള കാരണം എന്താണ് സഹിൻ? ഇത് എന്ന് നടന്ന സംഭവമാണ്. ദൃശ്യങ്ങൾ ഇന്നലെ കണ്ടിരുന്നു, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. സേതു, 3 ആഴ്ച മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. പറവൂരിലായിരുന്നു. 2 സംഘങ്ങളായി വിദ്യാർത്ഥികൾ തമ്മിൽ പിരിഞ്ഞ് തല്ലുകയായിരുന്നു. അത് സ്കൂളിൽ വെച്ചുള്ള തർക്കമാണ്. വിദ്യാർത്ഥികളുടെ ഗ്യാങ്ങുകൾ, 2 ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ സംഘങ്ങൾ തമ്മിൽ സ്കൂളിൽ വെച്ച് തർക്കം ഉണ്ടായിരുന്നു. ഈ തർക്കം പിന്നീട് നടു റോഡിലേക്ക് വ്യാപിക്കുകയാണ് ഉണ്ടായത്. നടു റോഡിൽ വെച്ച് ഈ സംഘങ്ങൾ തമ്മിലടിക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും ഭയാനകരമായ കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ആയുധം ഉപയോഗിച്ചാണ് പരസ്പരം ആക്രമിക്കുന്നത്. ഇതിൽ നെഞ്ചക്ക് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പരസ്പരം തമ്മിൽ തല്ലുന്നത്. നെഞ്ചക്ക് ഉപയോഗിച്ചുള്ള അടി, അത് അങ്ങനെയാണ് പോലീസ് പോലും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ ഇത്തരം ആയുധങ്ങളുമായി വന്ന് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. മുൻപുണ്ടായിരുന്നത് പോലെ ചെറിയ തർക്കങ്ങൾ അത് സ്കൂളിൽ പറഞ്ഞു തീർക്കുകയല്ല, പകരം നടു റോഡിൽ പൊതുവഴിയിൽ കിടന്ന് തല്ലി തീർക്കുകയാണ് വിദ്യാർത്ഥികൾ. ഇപ്പോൾ 3 ആഴ്ച മുൻപ് പറവൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. സ്കൂൾ യൂണിഫോമിലായിരുന്നു ഒരു പറ്റം വിദ്യാർത്ഥികൾ. മറ്റ് എതിർവിഭാഗം എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 2 വിഭാഗമായി തിരിഞ്ഞ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. സ്കൂളിൽ നിന്ന് തുടങ്ങിയ ഒരു തർക്കമാണ് അതിപ്പോൾ വഴിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിൽ ഈ സംഘടനത്തിൽ പങ്കെടുത്ത ആർക്കെങ്കിലും 18 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഈ അടിയെന്ന് പറയുന്നത് അത് ഭയപ്പെടുത്തുന്ന ഒരു അടിയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്നു. സ്കൂൾ അധികാരികൾ തീർച്ചയായും ഇത് ഭയപ്പെടുത്തുന്നത് മാത്രമല്ല, നമുക്കൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ സ്കൂളുകളിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. നമ്മളെപ്പോലെ തന്നെ ഈ രക്ഷിതാക്കൾ ആശങ്കയിലായിരിക്കും, നമ്മുടെ മറ്റാളുകളും എല്ലാവരും ഈ ഒരു വിഷയത്തിൽ കടുത്ത ആശങ്കയിൽ തന്നെയാണ്. ഈ സ്കൂളിൽ വെച്ച് നടക്കുന്ന അടിയൊക്കെ പിന്നീട് വന്ന് നടു റോഡിൽ കലാശിക്കുക, പിന്നീട് ആയുധങ്ങളുമായി സ്കൂളിൽ പോവുക, കൊലവിളികൾ നടത്തുക, അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവട്ടെ. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.